ആഗോള എണ്ണ വിപണിയിൽ നിന്നും ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത കേട്ട് ലോകം ശരിക്കും ഞെട്ടിയിരിക്കുകയാണ്. ആഗോള സാമ്പത്തിക രംഗത്തെ പിടിച്ചുലയ്ക്കുന്ന ഒരു ബ്രേക്കിംഗ് ന്യൂസിലേക്കാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. എണ്ണ വിപണിയിലെ അധികായന്മാരായ ഒപെക്, ഓർഗനൈസേഷൻ ഓഫ് ദി പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് എന്ന സംഘടനയിൽ നിന്ന് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് UAE ഔദ്യോഗികമായി പിന്മാറുകയാണ്. ഇത് വെറും ഒരു രാജ്യമല്ല, മറിച്ച് ഗൾഫ് രാജ്യങ്ങൾക്കിടയിലെ വലിയൊരു പവർ ഷിഫ്റ്റിന്റെ സൂചനയാണ്. സൗദി അറേബ്യ നയിക്കുന്ന ഒപെക്കിൽ നിന്നും UAE മാറുന്നത് എണ്ണ വിലയെ എങ്ങനെ ബാധിക്കും? നമ്മുടെ നാട്ടിലെ പെട്രോൾ ഡീസൽ വിലയിൽ മാറ്റമുണ്ടാകുമോ? ഇന്ത്യക്ക് ഇതൊരു ലോട്ടറിയാണോ? ഈ വമ്പൻ തീരുമാനങ്ങളെക്കുറിച്ചും അതിന്റെ പിന്നിലെ രഹസ്യങ്ങളെക്കുറിച്ചും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പരിശോധിക്കാം. ആദ്യം തന്നെ നമുക്ക് ലളിതമായിട്ടൊന്ന് പറയാം, എന്താണ് ഈ ഒരു ഒപെക് എന്ന് പറയുന്നത്? ഓർഗനൈസേഷൻ ഓഫ് ദി പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ്, ലോകത്തെ പ്രധാന എണ്ണ ഉൽപാദക രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണിത്. ലോകത്തിലെ എണ്ണ ഉൽപാദനത്തിന്റെ ഏകദേശം 40% നിയന്ത്രിക്കുന്ന ഒരു പവർഫുൾ ഗ്രൂപ്പാണിത്. ഇവർ തീരുമാനിക്കുന്ന ക്വാട്ട അനുസരിച്ചാണ് ലോകത്തെ എണ്ണ വില നിയന്ത്രിക്കപ്പെടുന്നത്. ഇവർ തീരുമാനിക്കുന്നതിനനുസരിച്ചിട്ടാണ് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ബാരലിന് എത്ര വില വരണമെന്ന് നിശ്ചയിക്കപ്പെടുന്നത്. 1967 അബുദാബി ഈ ഗ്രൂപ്പിൽ ചേരുന്നത്. പിന്നീട് 1971 UAE രൂപീകരിച്ചപ്പോഴും അവർ ഇതിൽ തുടർന്നു. കഴിഞ്ഞ 57 വർഷമായി ഒപെക്കിന്റെ വിശ്വസ്ത പങ്കാളിയായിരുന്നു UAE. എന്നാൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായിട്ട് കാര്യങ്ങൾ അത്ര സുഖകരമായിരുന്നില്ല. ഇപ്പോൾ മെയ് 1 ഈ ബന്ധം അവസാനിപ്പിക്കാനാണ് UAEയുടെ തീരുമാനം. കഴിഞ്ഞ കുറച്ച് ദശാബ്ദങ്ങളായി എണ്ണവില നിയന്ത്രിച്ചിരുന്ന ഈ ഒരു കാർട്ടലിൽ നിന്ന് UAE പുറത്തു പോകുന്നത് വെറും ഒരു വാർത്തയല്ല, മറിച്ച് ലോക രാഷ്ട്രീയത്തിലും സാമ്പത്തിക ക്രമത്തിലും വരാനിരിക്കുന്ന വമ്പൻ മാറ്റങ്ങളുടെ തുടക്കമാണ്. ഇനി എന്തുകൊണ്ടാണ് UAE ഇത്രയും വലിയൊരു റിസ്ക് എടുക്കുന്നത്? എന്തുകൊണ്ട് ഈ പിന്മാറ്റം? ഇതൊക്കെ പരിശോധിക്കുമ്പോഴാണ് കളി കാര്യമാകുന്നത്. UAE ഇപ്പോൾ പറയുന്നത് അവരുടെ നാഷണൽ ഇൻട്രസ്റ്റ്, ദേശീയ താല്പര്യങ്ങൾക്കാണ് മുൻഗണന എന്നാണ്. സൗദി അറേബ്യയുടെ നേതൃത്വത്തിലുള്ള ഒപെക് രാജ്യങ്ങൾ എണ്ണവില കൂട്ടാനായി ഉൽപാദനം കുറച്ചുവയ്ക്കാൻ നിർബന്ധിക്കാറുണ്ട്. എന്നാൽ UAEക്ക് അവരുടെ എണ്ണ ഉൽപാദന ശേഷി വർദ്ധിപ്പിക്കണമെന്നുണ്ട്. ഇപ്പോൾ തന്നെ UAE ഏകദേശം $150 ബില്യൺ എണ്ണ മേഖലയിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. അത് വെറുതെ കളയാൻ അവർ തയ്യാറല്ല. UAE ഇപ്പോൾ ഒരു ഗ്ലോബൽ ഹബ്ബായി മാറിക്കഴിഞ്ഞു. ടൂറിസം, ടെക്നോളജി, റിയൽ എസ്റ്റേറ്റ് മേഖലകളിൽ അവർ കുതിച്ചുചാട്ടം നടത്തുകയാണ്. ഈ വികസന പ്രവർത്തനങ്ങൾക്ക് വലിയ തോതിൽ ഫണ്ട് ആവശ്യമാണ്. ആ ഫണ്ട് കണ്ടെത്താൻ അവർക്ക് കൂടുതൽ എണ്ണ വിൽക്കേണ്ടതുണ്ട്. എന്നാൽ ഒപെക്കിന്റെ കടുപ്പമേറിയ നിബന്ധനകൾ അതിന് തടസ്സമാകുന്നു എന്നതാണ് വസ്തുത. കുറച്ചുകൂടെ കാര്യമായിട്ട് നോക്കിയാൽ UAE ഇപ്പോൾ ഇങ്ങനെ ഒരു കടുത്ത തീരുമാനം എടുത്തതിന് പ്രധാനമായിട്ടും 3 കാരണങ്ങൾ നമുക്ക് കാണാം. ഒന്ന്, പ്രൊഡക്ഷൻ കപ്പാസിറ്റിയും നിക്ഷേപവുമാണ്. അതായത് UAE തങ്ങളുടെ എണ്ണ ഉൽപാദന ശേഷി വർദ്ധിപ്പിക്കാൻ കോടിക്കണക്കിന് ഡോളറാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രതിദിനം 5 മില്യൺ ബാരൽ എണ്ണ ഉൽപ്പാദിപ്പിക്കാനാണ് അവരുടെ ലക്ഷ്യം. എന്നാൽ ഒപെക് പറയുന്നത് വില കുറയാതിരിക്കാൻ നിങ്ങൾ ഉൽപാദനം കുറച്ചു വെക്കണം എന്നാണ്. സ്വന്തം കയ്യിൽ സാധനം ഉണ്ടായിട്ടും വിൽക്കാൻ പറ്റാത്ത അവസ്ഥ. ഇത് UAEക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്നു. ഇനി രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് നാഷണൽ ഇൻട്രസ്റ്റ്. ഫോർബ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ UAE ഇപ്പോൾ അവരുടെ ദേശീയ താല്പര്യങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത്. 2031 തങ്ങളുടെ GDP ഇരട്ടിയാക്കാനാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. ഇതിനായിട്ട് ഒപെക്കിന്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിയേണ്ടത് അവർക്ക് അത്യാവശ്യമായി മാറിക്കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് സൗദി അറേബ്യയുമായിട്ടുള്ള മത്സര ബുദ്ധിയാണ്. ഒരു കാലത്ത് സൗദിയും UAEയും ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. എന്നാൽ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാകാൻ ഇവർ തമ്മിൽ മത്സരമാണ്. സൗദി അവരുടെ വിഷൻ 2030 മുന്നോട്ട് പോകുമ്പോൾ UAE തങ്ങളുടെ ആധിപത്യം വിട്ടുകൊടുക്കാൻ താല്പര്യമില്ല. ഒപെക്കിന്റെ തീരുമാനങ്ങളിൽ സൗദിക്കുള്ള അമിത സ്വാധീനം UAE കുറച്ചു കാലമായിട്ട് ചൊടിപ്പിക്കുന്നുണ്ടായിരുന്നു. UAE പുറത്തു പോകുന്നതോടെ എണ്ണ വിപണിയിൽ എന്ത് സംഭവിക്കും എന്നിനി നോക്കാം. ഏറ്റവും ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ഒരു പ്രൈസ് വാർ, വിലയിൽ ഒരു യുദ്ധത്തിന് ഇത് വഴിതെളിച്ചേക്കാം. UAE തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എണ്ണ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയാൽ വിപണിയിൽ ക്രൂഡ് ഓയിൽ ലഭ്യത കൂടും. ഇക്കണോമിയിലെ ഡിമാൻഡ് സപ്ലൈ നിയമം അനുസരിച്ച് സപ്ലൈ കൂടുമ്പോൾ വില കുറയും. സൗദി അറേബ്യ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നത് നിർണായകമാണ്. അവർക്ക് ഒന്നുകിൽ വില പിടിച്ചു നിർത്താൻ കൂടുതൽ ഉൽപ്പാദനം കുറയ്ക്കാം, അല്ലെങ്കിൽ UAEയോട് മത്സരിക്കാൻ വേണ്ടി അവരും ഉൽപ്പാദനം കൂട്ടാം. രണ്ടായാലും ഒപെക്കിന്റെ ഐക്യത്തിൽ വലിയ വിള്ളലുകൾ വീണു കഴിഞ്ഞു. ഖത്തറും അങ്കോളയും നേരത്തെ തന്നെ ഈ സംഘടന വിട്ടുപോയവരാണ്. ഇപ്പോൾ UAE കൂടി പോകുന്നതോടെ ഒപെക്കിന്റെ പ്രസക്തി തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഇനി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയുടെ വലിയൊരു ഭാഗം UAEയിൽ നിന്നാണ് വരുന്നത്. നമ്മുടെ ആദ്യ നേട്ടം കുറഞ്ഞ വിലയാണ്. UAE സ്വതന്ത്രമായി എണ്ണ വിൽക്കാൻ തുടങ്ങിയാൽ ഇന്ത്യക്ക് കുറഞ്ഞ നിരക്കിൽ ക്രൂഡ് ഓയിൽ ലഭിക്കാൻ സാധ്യതയുണ്ട്. അന്താരാഷ്ട്ര വിപണിയിൽ വില കുറയുന്നത് ഇന്ത്യയിലെ പെട്രോൾ ഡീസൽ വിലയിൽ കുറവുണ്ടാക്കാൻ കേന്ദ്ര സർക്കാരിനെ സഹായിക്കും. ഇന്ത്യയുടെ പ്രധാന എണ്ണ ഇറക്കുമതി രാജ്യങ്ങളിൽ ഒന്നാണ് UAE. ഒപെക്കിന്റെ നിബന്ധനകൾ ഇല്ലാതെ UAE എണ്ണ വിൽക്കാൻ തുടങ്ങിയാൽ ഇന്ത്യക്ക് കൂടുതൽ എണ്ണ കുറഞ്ഞ വിലയ്ക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്.
ഇനി രണ്ടാമത്തെ കാരണം തന്ത്രപരമായ ബന്ധമാണ്. ഇന്ത്യയും UAEയും തമ്മിൽ ഇപ്പോൾ വളരെ അടുത്ത ബന്ധമാണുള്ളത്. CEP അതായത് കോംപ്രിഹെൻസീവ് ഇക്കണോമിക് പാർട്ണർഷിപ്പ് അഗ്രിമെന്റ് വഴി വ്യാപാരം ശക്തമാണ്. ഒപെക്കിന്റെ നിബന്ധനകളില്ലാതെ ഇന്ത്യക്ക് നേരിട്ട് UAEയുമായി എണ്ണ കച്ചവടം ഉറപ്പിക്കാം. ഇത് നമ്മുടെ എനർജി സെക്യൂരിറ്റിക്ക് വലിയ കരുത്താകും. അതുപോലെ 3, പണപ്പെരുപ്പം കുറയും. അതായത് ഇന്ധനവില കുറയുമ്പോൾ ഗതാഗത ചെലവ് കുറയും. അതുവഴി നിത്യോപയോഗ സാധനങ്ങളുടെ വിലയും കുറയും. ഇത് സാധാരണക്കാരന് വലിയ ആശ്വാസമാകും. എണ്ണവില $1 കുറഞ്ഞാൽ പോലും ഇന്ത്യയുടെ ഇറക്കുമതി ബില്ലിൽ കോടികളുടെ ലാഭമാണ് ഉണ്ടാകുന്നത്. ഇത് നമ്മുടെ രാജ്യത്തെ പണപ്പെരുപ്പം കുറയ്ക്കാനും സഹായിക്കും. പക്ഷേ എല്ലാം അത്ര ശുഭകരമാണോ എന്ന് ചോദിച്ചാൽ അല്ല. ചില വെല്ലുവിളികളും ഇതിലുണ്ട്. ഒപെക് തകരുന്നത് ആഗോള എണ്ണ വിപണിയിൽ വലിയ അസ്ഥിരതയുണ്ടാക്കാം. വില പെട്ടെന്ന് കൂടാനും കുറയാനും ഒക്കെ ഇത് കാരണമാകും. അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറും. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള തർക്കങ്ങൾ നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ UAEയുടെ ഈ നീക്കം ഗൾഫ് മേഖലയിലെ സമാധാന ചർച്ചകളെ എങ്ങനെ ബാധിക്കുമെന്നും കണ്ടറിയണം. എങ്കിലും മാറ്റം അനിവാര്യമാണ്. ലോകം ഇപ്പോൾ റിന്യൂവബിൾ എനർജിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. എണ്ണയുടെ കാലം കഴിയുന്നതിന് മുൻപ് പരമാവധി ലാഭം കൊയ്യാൻ UAE നടത്തുന്ന ഈ ഒരു ശ്രമം ബുദ്ധിപരമായ ഒരു നീക്കമായി പല വിദഗ്ധരും കാണുന്നുണ്ട്. ചുരുക്കത്തിൽ UAEയുടെ ഒപെക് വിടാനുള്ള തീരുമാനം ഒരു പുതിയ ചരിത്രത്തിന്റെ തുടക്കമാണ്. UAEയുടെ ഈ ബോൾഡ് മൂവ് ഇന്ത്യയുടെ പോക്കറ്റിന് ഗുണകരമാകും എന്നതാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്. ഒപെക് എന്ന ശക്തമായ കൂട്ടായ്മയ്ക്ക് UAEയുടെ ഈ പടിയിറക്കം വലിയൊരു പ്രഹരമാണ്. ഖത്തർ 2019 പോയതിന് പിന്നാലെ ഇപ്പോൾ UAEയും പോകുന്നത് ഈ സംഘടനയുടെ ശക്തി കുറയ്ക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപെക്കിനെ നേരത്തെ തന്നെ വിമർശിച്ചിരുന്നതാണ്. UAEയുടെ ഈ നീക്കം ട്രംപിനും വലിയൊരു വിജയമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. അതുപോലെ ഈ നീക്കം ശരിക്കും സൗദിക്കുള്ള മുന്നറിയിപ്പും ലോകത്തിനുള്ള ഒരു സന്ദേശവുമാണ്. ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങളുടെ വഴി വേറെയാണ് എന്ന് UAE പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മെയ് 1 മുതൽ ലോകം ഇതിന്റെ പ്രതിഫലനങ്ങൾ കണ്ടു തുടങ്ങും. നമുക്ക് പ്രതീക്ഷിക്കാം ഈ മാറ്റം ലോക വിപണിയിൽ എണ്ണവില കുറയ്ക്കാനും ഇന്ത്യയുടെ സാമ്പത്തിക കുതിപ്പിന് വേഗത കൂട്ടാനും സഹായിക്കുമെന്ന്. UAE മെയ് 1 ഔദ്യോഗികമായി പുറത്തു പോകുമെന്നതോടെ എണ്ണ വിപണിയിൽ ഒരു പുതിയ യുഗം തുടങ്ങുകയാണ്. ഇനി സൗദിയും UAEയും തമ്മിൽ ഒരു പ്രൈസ് വാർ ഉണ്ടാകുമോ എന്ന് നമുക്ക് കണ്ടറിയണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.